ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. പേപ്പർ കപ്പിൽ ചായ കുടിക്കാറുണ്ടോ? എങ്കിൽ അറിഞ്ഞിരിക്കണം. നാം പലപ്പോഴും സദ്യകൾക്കും പുറത്തുനിന്ന് കഴിക്കുമ്പോഴും പേപ്പർ കപ്പുകളിലും പ്ലേറ്റുകളും ഉപയോഗിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ചൂടുള്ള ചായയും കാപ്പിയുമെല്ലാം. ഇതിന് ദോഷഫലങ്ങൾ പലതുണ്ട്. നാം പലപ്പോഴും പേപ്പർ കപ്പുകളിലും പ്ലേറ്റുകളിലും ഭക്ഷണം കഴിക്കാറുണ്ട്. പലയിടത്തും പേപ്പർ കപ്പുകളിലാണ് ചൂട് ചായയും കാപ്പിയുമെല്ലാം നൽകുക. ഇതിനു പുറമെ പല സദ്യകളിലും പേപ്പർ കപ്പുകളിൽ പായസം പോലെയുള്ള വിഭവങ്ങൾ വിളമ്പാനും ഉപയോഗിക്കാറുണ്ട്. ഇവ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യവും കഴുകേണ്ട എന്നതുമാണ് കണക്കിലെടുത്താണ് ഇവയ്ക്ക് ഏറെ പ്രചാരം ഇക്കാലത്ത് ഉള്ളത്. വിലയും താരതമ്യേന കുറവ് തന്നെയാണ്. ഉപയോഗിക്കാൻ എളുപ്പവും എന്നതുകൊണ്ട് മാത്രമല്ല, പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ചിലപ്പോൾ പ്ലേറ്റുകളും ഇതേ രീതിയിൽ ഉള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ അപകടം ഇതിൽ നിന്നല്ല എന്ന സമാധാനത്തിലാണ്. ഇത് സുരക്ഷിതമാണെന്ന ചിന്തയാണ് നാം പേപ്പർ കൊണ്ടുള്ള കപ്പിലേക്കും പ്ലേറ്റിലേക്കുമെല്ലാം മാറിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ദോഷവശങ്ങൾ കൂടെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. വയർ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. വയറുവേദന, വയറ്റിൽ ഗ്യാസ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു. ശ്വാസകോശത്തിൽ ഇത് അലർജി പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ജലദോഷം, തുമ്മൽ, ശ്വാസമുട്ടൽ എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു. ശരീരത്തിലെ ഹോർമോണിന്റെ ബാലൻസിനെ ഇവ പ്രശ്നത്തിലാക്കുന്നു. പല രീതിയിലും ഇത്തരം പേപ്പർ കപ്പുകളുടെയും പ്ലേറ്റുകളുടെയും ഉപയോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നു. ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആകെയുള്ള ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്നു, പല അവയവങ്ങൾക്കും. എന്നാൽ ഇത് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും വെള്ളമാകുമ്പോൾ ചീത്തയായി പോകാതിരിക്കാൻ കപ്പിലും മറ്റും ഒരു ഹൈഡ്രോഫോബിക് പ്ലാസ്റ്റിക് ഫിലിമുണ്ട്. ഇത് പോളിമർ കൊണ്ടോ പോളിത്തീൻ കൊണ്ടോ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ചൂടുള്ള വെള്ളമോ ചായയോ ഇതിൽ ഒഴിച്ചാൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുമില്ല, നാം അറിയുന്നതുമില്ല. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു. ഇത് ദോഷമാണ് വരുത്തുന്നത്. ഇവ ചർമ്മത്തിനും തലച്ചോറിനും എൻഡ്രോക്രൈൻ സിസ്റ്റത്തിനും തുടങ്ങി പല അവയവങ്ങൾക്കും ഇത് തകരാറിലാക്കുന്നു. ഹോർമോണുകൾക്ക് പാൻക്രിയാസ് ഹോർമോണുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം കാരണം പ്രമേഹം ഉണ്ടായേക്കാം. തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാം. വന്ധ്യതാ പ്രശ്നങ്ങൾ വരെ ഇത് ഉണ്ടാക്കുന്നു. ഇത് സ്ത്രീ പുരുഷ ഹോർമോണുകളെ ബാധിക്കുന്നതാണ് കാരണം. രക്തക്കുഴലുകളിൽ നിന്നും ബ്ലോക്ക് ഉണ്ടാകുന്നതിനാൽ പുരുഷ ബീജ ഹോർമോണിൽ ഇത് പ്രശ്നത്തിലാക്കുന്നു. കണ്ണിന് ഇത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാഴ്ചക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വൃക്കയിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം വൃക്ക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഗ്ലാസ്, ഇതിന് പരിഹാരം നമ്മുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക എന്നതാണ്. ഇവയിൽ ചൂടുള്ളവ യാതൊരു കാരണവശാലും എടുക്കരുത്. പകരം നമുക്ക് ഗ്ലാസിൽ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എന്നിവ പോലെയുള്ള ദോഷകരമല്ലാത്തവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴാണ് ഇതിനുള്ളിലെ ക്ലോട്ടിംഗ് ഉരുകി പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ചൂടില്ലാത്തവ എടുത്താൽ ഇത് ദോഷം വരുത്തില്ല എന്ന് പറയാം. എങ്കിലും നാം പൂർണ്ണ സുരക്ഷിതം എന്ന് കരുതി ഉപയോഗിക്കുന്നത് ഇവ എത്രയും സുരക്ഷിതമല്ല എന്ന് അർത്ഥം. ഇന്നത്തെ കാലത്ത് ഇവയുടെ ഉപയോഗം ഏറെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യം തകരാറിലാകുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഇതിൽ പാനീയങ്ങളും ഭക്ഷണവും നൽകുന്നത് ഒഴിവാക്കണം. ഡിസ്പോസിബിൾ പേപ്പർ കപ്പുകളിൽ ചായ കുടിക്കുന്നത് സുരക്ഷിതമല്ല എന്നും 3 കപ്പ് ചായ കുടിക്കുന്ന ഒരാളിൽ 75,000 ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് കണികൾ അകത്താകുമെന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പേപ്പർ മാത്രം ഉപയോഗിച്ച പാനീയങ്ങൾ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വാട്ടർ പ്രൂഫിങ്ങിനായി ഇത്തരം പേപ്പർ കപ്പുകളിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തീർത്തും പറയുന്നത്. ചൂടുള്ള ചായക്കൊപ്പവും കാപ്പിക്കൊപ്പവും ഈ മൈക്രോ പ്ലാസ്റ്റിക് ഘടകങ്ങൾ പുറത്തു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്ലാസ്റ്റിക് കപ്പുകൾക്കും പേപ്പർ ഗ്ലാസുകൾക്കും വ്യത്യസ്തമായ ഒരു ഗന്ധം തോന്നിക്കുന്നത് ഇതിലെ മറ്റു ഘടകങ്ങളുടെ സാന്നിധ്യം കാരണമാണ്. അതുകൊണ്ട് സ്ഥിരമായി പേപ്പർ കപ്പുകളിൽ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കണം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.